കണ്ണൂർ മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെ വീണ്ടും ആരോപണം. ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ചട്ടലംഘനം. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് പരാതി നൽകിയത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും അർജുനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയും ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ഇവിടെ കണ്ണൂർ മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെയാണ് വീണ്ടും ആരോപണമുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണമുണ്ടായിരുന്നു. അർജുൻ ചേരുകയാണ്. അർജുൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. അതായത് സ്വജനപക്ഷപാതം ഉണ്ടാകുന്നു, സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു, ഇന്റർവ്യൂ അടക്കം പ്രഹസനമാണ് എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു വിമർശനം ഇപ്പോഴും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ വി സിയെ മാറ്റിയിരുന്നു, കോടതിയുടെ ഇടപെടലിൽ തുടർന്ന് മാറ്റിയിരുന്നു. സമഗ്രമായ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ വി സിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വേണം, അനിവാര്യമാണ് എന്നുള്ള ആവശ്യം തന്നെയാണോ ശക്തമാകുന്നത്? തീർച്ചയായും സുരേഷ്, നേരത്തെ തന്നെ ഗവർണർക്കെതിരെ ആ സർക്കാർ തിരിഞ്ഞിരുന്നു. അതായത് വി സിയുടെ നിയമനം പുനർനിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ പഴിയും ഗവർണർക്കെതിരെ വെച്ചുകൊണ്ട് കൈ കഴുകുന്ന രീതിയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ ആ സർക്കാരിന്റെ ആളുകളെ കുത്തിനിറയ്ക്കാനും പാർട്ടിയിലെ ആളുകളെ കുത്തിനിറയ്ക്കാനും വേണ്ടിയാണ് ആ സർക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ, ജിയോഗ്രാഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ ഒരാളെ തിരികെ കയറ്റാൻ ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് സഹായിക്കുവാൻ വേണ്ടി മുൻ വി സി സഹായിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. അതായത് സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് ഇദ്ദേഹം വി സി ആയിരുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ വിധി വന്നതിന് ശേഷം നോമിനിയായി മറ്റൊരാളെ നിർത്തിക്കൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ നിർത്തിക്കൊണ്ട് ഇയാളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയുമുണ്ടായി. ഒന്നാം റാങ്കുകാരനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് കൃത്യമായി ഈ ഒന്നാം റാങ്കുകാരനെ തിരികെ കയറ്റാനുള്ള ഒരു കാര്യമാണെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഇത്തരത്തിലൊരു പരാതി ഗവർണർക്ക് നൽകുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തിയ ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ PhDക്ക് നിർദ്ദേശം നൽകിയ ആൾ തന്നെയായിരുന്നു. അതായത് PhDക്ക് ഒരാൾ നിർദ്ദേശം നൽകുവാനും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ടാകും. അയാൾ തന്നെയാണ് ഈ ഒന്നാം റാങ്ക് ലഭിച്ച ആളെ നിയമിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ നടത്തുവാൻ ഉണ്ടായിരുന്നതെന്ന് കൂടി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. അതായത് ഗൈഡ് തന്നെ ആ ഇന്റർവ്യൂ നടത്തുന്ന ഒരു സ്ഥിതിയും ഇവിടെ ഉണ്ടാക്കുന്നു. ഇതൊക്കെയും ഈ ഒരു മുൻ വി സിയുടെ ഈ രവീന്ദ്രന്റെ ആ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെയും കൂടെ ആ സഹായത്തോടെ ചെയ്ത ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് കൃത്യമായിട്ടുള്ള ഒരു കത്ത് ഇവർ നൽകിയിട്ട് സേവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല KPCT അടക്കമുള്ള സംഘടനകൾ ഇതിനെ വലിയ രീതിയിൽ എതിർക്കുകയും ഈ ഒരു നിയമനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യം തന്നെയാണ്. അതായത് ഉദ്യോഗാർത്ഥിയുടെ ഗവേഷണ ഗൈഡ് തന്നെ ആ ഇന്റർവ്യൂവറായി വരുന്നു. അവർ ആ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഇയാളെ ഒന്നാം റാങ്കുകാരനായി തെരഞ്ഞെടുക്കുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല സുപ്രീം കോടതി വിധി കഴിഞ്ഞതിന് ശേഷം വി സി എന്ന് പറയുന്ന ആൾ ആ ഒരു സ്ഥാനത്ത് തുടരില്ല. പക്ഷേ അയാൾ മറ്റൊരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട്, തൻ്റെ ഇഷ്ടക്കാരനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ നടത്താൻ അയാളെ ക്ഷണിക്കുന്നു. അയാൾ ഇന്റർവ്യൂ നടത്തുന്നു. എന്നിട്ട് ഈ ഒന്നാം റാങ്കുകാരനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ്. അല്ലെങ്കിൽ ആ കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ നിയമപരമായിട്ടുള്ള ഒരു ഭാഗത്തു നിന്നും ഇത് തികച്ചും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കോവിഡ് വന്നതിന് ശേഷം ഇന്റർവ്യൂകളെല്ലാം ഓൺലൈനായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് കോവിഡിന്റെ അതിപ്രസരം കുറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഓഫ്ലൈൻ ആക്കുകയും ഓൺലൈനിൽ നിന്ന് മാറി തന്നെ നേരിട്ടുള്ള ഇന്റർവ്യൂകൾ ആക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കണ്ണൂർ സർവകലാശാല മാത്രം അങ്ങനെയല്ല. ഇന്റർവ്യൂ നടത്തുന്നത് ഇപ്പോഴും ഓൺലൈൻ ആയിട്ടാണ്. അതായത് കഴിഞ്ഞ വി സിക്ക് നിയമിക്കുവാൻ വേണ്ടി, അതായത് ആളെ തിരികെ കയറ്റുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂവിനെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തരാനുണ്ടായത്. അത് വിമർശനം സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അർജുൻ തുടങ്ങി ഇപ്പോൾ ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി, ഈ സേവ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, പരാതികൾ നൽകിയിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, മറ്റ് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഇപ്പോൾ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ഏത് തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്?
സുരേഷ്, ഏറെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായി നമുക്ക് ഈ ഒരു നിയമനത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സുപ്രീം കോടതിയുടെ വിധി വരുന്നു. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം കണ്ണൂർ VC നിയമനം, പ്രത്യേകിച്ച് പുനർ നിയമനം ഉൾപ്പെടെ റദ്ദാക്കുന്ന ഒരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ ഒരു നടപടി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ടത് മുൻ VC എടുത്തിട്ടുള്ള എല്ലാ അധ്യാപക നിയമനങ്ങളും പുനഃപരിശോധിക്കണം. അതായത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ കൂടിയായ അദ്ദേഹത്തിനും ഒപ്പം തന്നെ കണ്ണൂർ VC, നിലവിലെ പുതിയ VCക്ക് ഉൾപ്പെടെ നിവേദനം നൽകി കാത്തിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ സർവകലാശാല നീക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ചാൻസലർ കൂടിയായ ഗവർണർ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ഒരു നിയമനം നടക്കുമ്പോൾ നടക്കേണ്ട ഇന്റർവ്യൂവിന് കൃത്യമായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കാതെ അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കണ്ണൂർ സർവകലാശാലയിൽ ജോഗ്രഫി പ്രൊഫസറുടെ ഒരു നിയമനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. അതിൽ 1ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയുടെ ഗവേഷണ ഗൈഡ് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്തിരുന്നു അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, അർജുൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കൊറോണ അതിപ്രസരം അത് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് എല്ലാ നിയമനങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈനായി സൂം മീറ്റിംഗിൽ ഉൾപ്പെടെ നടന്നത്. പക്ഷേ ആ അതിപ്രസരമെല്ലാം കുറഞ്ഞതിന് ശേഷവും കൊറോണ മാനദണ്ഡങ്ങളെല്ലാം തന്നെ നമ്മൾ പാലിച്ച് അല്ലെങ്കിൽ അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ശാലിനി, അർജുൻ തുടങ്ങി ഇപ്പോൾ ശ്രീ ഷിനോ പി ജോസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഷിനോ പി ജോസ്, ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കഴിഞ്ഞ 2-3 വർഷങ്ങളായി കോവിഡിന്റെ മറവിൽ ഓൺലൈനായിട്ട് മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളിലും അന്വേഷണം വേണമെന്ന് KPCTA നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ്. അതിലെ പല നിയമനങ്ങളിലും രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ ഉദ്യോഗാർത്ഥികൾ ആരും കേസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരാത്തതുകൊണ്ട് മാത്രം പലരും രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ, അദ്ദേഹം സുപ്രീം കോടതി വിധി തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പുള്ള ദിവസം ഇന്റർവ്യൂ തട്ടിക്കൂട്ടി നടത്തുകയും അന്ന് വിധി വന്ന ദിവസം അദ്ദേഹം ഇന്റർവ്യൂ ചെയർമാനായിട്ട്, പാനലിലെ ഇന്റർവ്യൂ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ വിധി വന്നു, ഇദ്ദേഹം പുറത്തായി അറിഞ്ഞപ്പോൾ ചാർജായിട്ട് തലേദിവസം ഇന്റർവ്യൂ നടത്താത്ത മറ്റൊരു പ്രൊഫസർക്ക് ചാർജ് കൊടുക്കുക. അതായത് തലേദിവസം ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിട്ടില്ല ഈ ചെയർമാൻ. 2ാമത്തെ ദിവസം വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, ചാർജ് കൊടുത്തിരിക്കുന്ന ചെയർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതേ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള തലേദിവസം ഉദ്യോഗാർത്ഥികളെ വിലയിരുത്തിയിട്ടില്ല. ഇത് എവിടെയാണ് ഇത്തരത്തിലുള്ള മര്യാദകേട് കാണിക്കാൻ സാധിക്കുന്നത്? ആർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇദ്ദേഹത്തിന് ചങ്കൂറ്റം? ആരാണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം ലൈസൻസ് കൊടുക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇങ്ങനൊരു ചെയർമാൻ നിയമിക്കുവാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത? കാരണം ഇദ്ദേഹത്തിന്റെ വിജ്ഞാപനം പോലും റദ്ദ് ചെയ്തു സുപ്രീം കോടതി. അപ്പൊ എങ്ങനെയാണ്, ഏത് അധികാരത്തിലാണ് ഇദ്ദേഹം ചാർജ് കൊടുക്കുക? അപ്പൊ അതുകൊണ്ട് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജഡ്ജിന് രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ സാധിച്ചാൽ ജോസ്, താങ്കൾ ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ഇടപെടൽ, ഒരു നീതി സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഗവർണറുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാലും ഇതിനകത്ത് പ്രത്യേകിച്ച് അനുകൂലമായ ഒരു കാര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോടതിയിലൂടെ മാത്രമേ ഇതിനകത്ത് നീതി നടപ്പാവുകയുള്ളൂ. ഇവിടെ വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചാർജുള്ള ഒരു പ്രൊഫസർ അപ്പോയിന്റ് ചെയ്തു എന്നിരിക്കെ അതിനകത്ത് ഗവർണർ അതിനകത്ത് ഡയറക്ഷൻ കൊടുത്താൽ പോലും നിലവിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ഈ ഇന്റർവ്യൂ ക്വാഷ് ചെയ്യപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതി വിധിയിലൂടെ ഹൈക്കോടതി അനുകൂലമായിട്ട് തീരുമാനം ഏത് കോടതിയിൽ പോയാലും നിയമപരമായിട്ട് പരിരക്ഷ കിട്ടും. ഏതായാലും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ ഇപ്പോഴും മുൻ VCയെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇത്തരത്തിൽ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ, അല്ലേ? ഒരു VC മാറുന്നു, മറ്റൊരു VC വരുന്നു, പക്ഷേ ഇപ്പോഴും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ ഒരു CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം ഇനിയും പ്രതീക്ഷിക്കാം. അത് മാത്രമേ അവിടെ നടക്കൂ, അല്ലേ?
നിലവിലുള്ള വൈസ് ചാൻസലർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. കാരണം ഒരു മുൻവിധിയോടെ അദ്ദേഹത്തെ കാണുന്നില്ല. പുതിയ വൈസ് ചാൻസലർ സ്വാഭാവികമായിട്ടും അക്കാദമിക്കലി യോഗ്യതയുള്ള മനുഷ്യനാണ്. അത് മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കണ്ണും പൂട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ എതിർക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മുൻവിധിയോടെ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായി 70 പോസ്റ്റുകൾ നടത്തിയിരിക്കുന്ന നിയമനം, പ്രിയ വർഗീസ് അടക്കമുള്ള നിയമനങ്ങൾ, ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ കളിയാക്കുന്നത് തുല്യമല്ലേ? അതിനെതിരെ ഒരു ജനരോഷം തന്നെ പൊട്ടിപ്പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യെസ്, നന്ദി ശ്രീ ഷിനോ പി ജോസ്. ഈ ഒരു സമയം നിങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും അർജുനിലേക്ക്. അർജുൻ, ഇവിടെ ശ്രീ ഷിനോ പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള വി സിയിൽ നിന്നും ഒരു നീതി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം യോഗ്യത കൃത്യമായി ഉള്ള ആൾ തന്നെയാണ്. ആ രീതിയിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകൂ. എങ്കിലും ഈ മുൻ വി സി നടത്തിയ ഈ നിയമനങ്ങളിൽ അത് വ്യാപകമായ പരാതിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ആ രീതിയിലുള്ള ഇടപെടലിനെതിരെ വിമർശനവും പ്രതിഷേധവും പരാതികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഗവർണറുടെ ഭാഗത്തിനും ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, കോടതിയുടെ ഭാഗത്തിനും ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഇത് കോടതിയിൽ പോയാൽ ഏകദേശം കൃത്യമായ രീതിയിൽ തന്നെ ആ മുൻ വി സിക്ക് തിരിച്ചടി നേരിടുന്ന ഒരു കേസ് തന്നെയായിരിക്കും ഇത്. അതായത് ഇത്തരത്തിൽ ഒരാൾക്കാരെ തിരികെ കയറ്റുവാനുള്ള ഒരു വ്യഗ്രത കാണിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണോ, അല്ലെങ്കിൽ സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ ആ സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ വി സിക്ക് താല്പര്യമുള്ള മുൻ വി സിക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം അവിടെ തിരികെ കയറ്റിക്കൊണ്ടുള്ള മുൻ വി സിയുടെ ഇത്തരത്തിലുള്ള നടപടികൾ പ്രതിഷേധാർഹം തന്നെയാണ്. അതിനെതിരെ പ്രതിഷേധം കത്തേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ അടക്കം രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനൊരു ആ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചുകൊണ്ട്, വിദ്യാഭ്യാസമല്ല അവിടെ നടക്കുന്നത്, ഒരു വിദ്യാഭ്യാസ കച്ചവടമാക്കിക്കൊണ്ട് തന്നെ നടക്കുന്ന ആ രീതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു. അതിനെതിരെ ഗവർണർ തന്നെ കഴിഞ്ഞ വി സി ഉണ്ടായിരുന്ന സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിർബന്ധപ്രകാരം, സർക്കാർ വളരെയേറെ നിർബന്ധിച്ചതിന് ശേഷമാണ് പിന്നീടും ഒരു പുനർനിയമനം. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ സാരഥി ശ്രീ ശശികുമാർ നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ ശശികുമാർ, ഇപ്പോൾ കണ്ണൂർ മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെയാണ് വീണ്ടും ആരോപണം ഉയർന്നിരിക്കുന്നത്. ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ചട്ടലംഘനം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് പരാതി. എങ്ങനെ കാണുന്നു താങ്കൾ? ഡോക്ടർ രവീന്ദ്രൻ പുനർനിയമനം കൊടുത്തതിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ വ്യാപകമായ അഴിമതി നിയമനങ്ങൾ നടത്തുകയാണ്. അതായത് പ്രിയ വർഗീസിന്റെ നിയമനം നൽകിയത് മുതൽ അദ്ദേഹം CPM-ന്റെ ഒരു ബ്രാൻഡഡ് വൈസ് ചാൻസലറായി മാറി. അപ്പോഴേക്കും അദ്ദേഹത്തെ കൊണ്ട് പരമാവധി CPM പ്രതി ആൾക്കാരെ അധ്യാപകരായി നിയമിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് CPM കൈക്കൊണ്ടിരുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം വ്യാപകമായ നിയമനം നടത്തിയെന്ന് മാത്രമല്ല, ഞങ്ങൾ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചാണ് ഈ കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇനി ഈ ഓൺലൈൻ ഇന്റർവ്യൂ പാടില്ല. കാരണം കണ്ണൂരും കോഴിക്കോടും ഉള്ള കുട്ടികൾക്ക് പോലും നേരിട്ട് ഇന്റർവ്യൂവിന് വരാൻ കഴിയുമ്പോൾ എന്തിനാണ് ഈ ഓൺലൈൻ ഇന്റർവ്യൂ? അത് എന്തിനെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഇദ്ദേഹം വിളിക്കുന്ന ആൾക്കാർ മുഴുവനും ജാമ്യ മിലിയ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ JNUയിലുള്ള ഇദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവരെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ നിയമനം കൊടുക്കാൻ കഴിയും എന്നുള്ള നിയമന തട്ടിപ്പ് നടത്തിയ ഒരു വൈസ് ചാൻസലർ കേരളത്തിലുണ്ടെങ്കിൽ അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഗോപിനാഥ് രവീന്ദ്രനാണ്. അപ്പോൾ ഈ അവസാനം അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നു എന്ന് കോടതിയിലെ ചില പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് അറിയാവുന്നതുകൊണ്ട് ആ ദിവസങ്ങളിൽ വ്യാപകമായ ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ഇപ്പോൾ വിവാദമായിരിക്കുന്ന ജിയോഗ്രഫി ഇന്റർവ്യൂവിൽ അതിന്റെ തലേ ദിവസം ഇന്റർവ്യൂ ആരംഭിച്ചു. 2 ദിവസം ഇന്റർവ്യൂ ആണ്. അപ്പൊ 2ാം ദിവസം ഇന്റർവ്യൂ സമയമായപ്പോൾ കോടതി വിധി വന്നു. അദ്ദേഹം ഉടൻ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരാളിനെ ചെയർമാനായിട്ട് നിയമിച്ചു. ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ്? അദ്ദേഹം വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞു. UGC റെഗുലേഷൻ അനുസരിച്ച് വൈസ് ചാൻസലർക്ക് ഒരാളിനെ ഓതറൈസ് ചെയ്യാൻ അധികാരം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം അന്ന് വൈസ് ചാൻസലർ അല്ല. വൈസ് ചാൻസലർ അല്ലാത്ത ഒരാള് തീർച്ചയായിട്ടും മറ്റൊരു വൈസ് ചാൻസലർ ഗവർണർ നോമിനേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ നോമിനിക്ക് മാത്രമേ ചെയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഗുരുതരമായ ലാപ്സത്ത് ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് അദ്ദേഹം നടത്തിക്കൊണ്ട് തട്ടിപ്പാണ്. കാരണം ഇപ്പോൾ ഇന്റർവ്യൂവിന് റാങ്ക് കൊടുത്തേക്കുന്ന ആള് നിയമപ്രകാരമല്ല, എത്തിക്കലായിട്ട് അദ്ദേഹത്തിന്റെ റിസർച്ച് ഗൈഡിനെ ഇന്റർവ്യൂവിന് ബോർഡിൽ വെച്ചേക്കാണ്. അപ്പൊ ഇങ്ങനെ നടത്തിയ നിയമനങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ ഗവർണറോട് ആവശ്യപ്പെട്ടേക്കുന്നത് ഇദ്ദേഹത്തിന് പുനർനിയമനം കൊടുത്തതിന് ശേഷം പ്രിയ വർഗീസിനെ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിയ വർഗീസിന്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തതിന് ശേഷം കണ്ണൂർ സർവകലാശാല നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും
പുനഃപരിശോധിക്കണം. അതേപോലെ തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ അടിയന്തരമായിട്ട് നിർത്തിവെക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന ഈ ഇന്റർവ്യൂ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഗവർണർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രീ ശശികുമാർ, ഇവിടെ ഇപ്പോഴും ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. ഈ രവീന്ദ്രൻ ചുമതലയേറ്റതിനു ശേഷം ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കൊറോണയുടെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയത്. പക്ഷേ ആ ഒരു അവസ്ഥ മാറിയിട്ടും ഈ ഓൺലൈൻ ഇന്റർവ്യൂ അതൊക്കെയും ഇതിനുള്ള ഒരു തന്ത്രമൊരുക്കുക, ഒരു കൂട്ടൊരുക്കുക, അത് തന്നെയാണ് ലക്ഷ്യം വെച്ചത് രവീന്ദ്രൻ അല്ലേ, മുൻ VC? സർവകലാശാല നിയമം അനുസരിച്ച് 2 എക്സ്റ്റേണൽ എക്സ്പെർട്സ് വേണമെന്ന് നിയമമുണ്ട്. സർവകലാശാലക്ക് പരിധിക്ക് പുറത്തുള്ള. അപ്പൊ സർവകലാശാലക്ക് പരിധിക്ക് പുറത്ത് പുള്ളി കണ്ടെത്തുന്നത് ജാമ്യ മിലിയയിലും ജയിലിലേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പഴയ SFI സുഹൃത്തുക്കൾ, CPM സുഹൃത്തുക്കളെ അവർക്ക് ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് തിരുവനന്തപുരത്ത് വരാൻ കണ്ണൂർ വരാൻ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്നത് സർവകലാശാലയ്ക്ക് ഭാരിച്ച ചെലവ് കുറയ്ക്കാനാണ്. അതെല്ലാം തെറ്റാണ്. ഇതെല്ലാം മറ്റ് സർവകലാശാലകളുമായി എല്ലാം ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണല്ലോ നടത്തുന്നത് കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ. അപ്പോൾ കേരളത്തിലെ CPM-ന് വേണ്ടി വിടുപണി ചെയ്ത ഈ വൈസ് ചാൻസലറാണ്. ഇദ്ദേഹം ചെയ്ത നിയമനങ്ങൾ മാത്രമേ എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും. കാരണം ഇത്തവണത്തെ കോടതി വിധിയിൽ അദ്ദേഹത്തിന്റെ പീരീഡിൽ നടത്തിയ നടപടികളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടും അതെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവത്തിൽ കണ്ടില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും റദ്ദാക്കണം. അതിനകത്തുള്ള ക്രമക്കേടുകൾ പരിശോധിക്കണം. അതിനുവേണ്ടി ഗവർണർ തന്നെ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കണം എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ശശികുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചത്. വീണ്ടും ശാലിനിലേക്ക്. ശാലി, ശ്രീ ശശികുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സ്വന്തക്കാരുടെ നിയമനം, SFI, DYFI, CPM പ്രവർത്തകരെ, അത്തരം അനുഭാവമുള്ള സംഘടനയിൽ ഉൾപ്പെട്ടവരെ തിരികെ കയറ്റാനുള്ളൊരു നീക്കം അത് തന്നെയാണ് മുൻ VC ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹം VC ആയിട്ടുള്ള സമയത്തുള്ള എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണം, തുടർന്ന് പിന്നീട് ഇന്റർവ്യൂ ചെയ്ത് വീണ്ടും ഒരു നിയമനം നടത്തണമെന്നുള്ള ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും സുരേഷ്, അങ്ങനെ തന്നെയാണ്. കാരണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെയാണ് പുനർ VC നിയമനം നൽകിയപ്പോൾ കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന മുൻ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ തന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ സർക്കാരിനൊപ്പം ചേരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂർ സർവകലാശാലയിൽ കണ്ടത്. അതിനെതിരെ തുടക്കം മുതൽ തന്നെ, അതിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനമാണ് ആദ്യം വിവാദമാകുന്നത്. തുടർന്ന് നടന്നിട്ടുള്ള മറ്റെല്ലാ നിയമനങ്ങളും അത് കോടതി കയറുന്ന സാഹചര്യം വരെ ഉണ്ടായതുമാണ്. ഇതിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിരന്തരം ഗവർണർക്കും ഒപ്പം തന്നെ കണ്ണൂർ സർവകലാശാല VC-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഈ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസറുടെ നിയമനമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയും പരാതി നൽകിയിട്ടുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ശശികുമാർ അദ്ദേഹം വ്യക്തമാക്കിയതുപോലെയും കൃത്യമായി ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഒരു VC-യെ റദ്ദാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി വരുന്ന ദിവസം, ആ ഉച്ചയോടുകൂടി വിധി വരുന്നു. ആ വിധി വന്നതിന് ശേഷവും ഒരു നോമിനിയെ അവിടെ വെച്ചുകൊണ്ട് അവിടെ നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നു. അതിന് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടിയന്തരമായി തന്നെ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും ഈ അന്വേഷണ പരിധിയിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിയ വർഗീസിന്റെ നിയമനം കോടതി കയറിയ സാഹചര്യത്തിൽ പല വിഷയങ്ങളും, പല നിയമനങ്ങളും ഇത്തരത്തിൽ കോടതി കയറാൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും നിയമനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ നടത്തിയ നിയമനങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരണം, അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്നൊരു ആവശ്യം വരുന്നത്. എന്തായാലും നിലവിലെ VC ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അദ്ദേഹത്തിനും ഈ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 3 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള നിയമനങ്ങൾ അദ്ദേഹം അടിയന്തരമായി പരിശോധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെ കോടതിയിൽ പോകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്തായാലും എല്ലാ ചട്ടങ്ങളും മറികടന്നാണ് കണ്ണൂർ സർവകലാശാലയിൽ ഇത്തരം നിയമനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഒരു നിയമനത്തെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 1ാം റാങ്ക് നൽകിയിട്ടുള്ള TP സുദീപിന്റെ ഗവേഷണ ഗൈഡാണ്. അദ്ദേഹം JNU-ലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിനെയാണ് ഒരു VC-യുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ നോമിനിയായി നിർദ്ദേശിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. ഈ മറ്റു ഉദ്യോഗാർത്ഥികൾ പോലും അറിയുന്നില്ല, ഇന്റർവ്യൂ ബോർഡിൽ ആരൊക്കെ ഉണ്ട് എന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്നു. സർവകലാശാല ചട്ടങ്ങളെല്ലാം തന്നെ
മാറ്റിമറിക്കുന്നു. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. ആ വീഴ്ചയിൽ ഇനി ഗവർണറുടെ ഭാഗത്തു നിന്ന്, ചാൻസലർ കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹം ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന ശേഷമായിരിക്കും രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടത് സർക്കാരിന്റെ തിട്ടൂരം കണ്ണൂർ സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിന് കടിഞ്ഞാണിടാനാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാതികളുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നൽകിയ പരാതിയിൽ ഗവർണർ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തും, നിയമ സംവിധാനം ഏത് തരത്തിൽ ഇടപെടൽ നടത്തും എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കണ്ണൂരിൽ നിന്നും അർജുൻ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയുമാണ് വിവരങ്ങൾ നൽകിയത്.